ആക്ച്വലി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ കറണ്ട് ബില്ലിൽ എത്രയാണുള്ളത്, കറണ്ട് ബില്ലിനകത്തുള്ള കൺസംഷൻ അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ സോളാർ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പം ചില കസ്റ്റമേഴ്സ് വന്നിട്ട് അവർക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ് അല്ലെങ്കിൽ ഇത്ര ഏരിയ ആണ് ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് അവർക്കൊരു സോളാർ സജഷൻ ചെയ്യാൻ പറ്റുമോ? ഏരിയ വെച്ചിട്ട് നമുക്ക് സോളാർ സജഷൻ ചെയ്യുന്നത് ഒരു വേഗമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. അതൊരിക്കലും പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. എത്ര ആ ഏരിയയിൽ എത്ര പാനൽസ് ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ ഇത്ര കപ്പാസിറ്റി വെക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. പക്ഷേ ആക്ച്വലി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ കറണ്ട് ബില്ലിൽ എത്രയാണുള്ളത്, കറണ്ട് ബില്ലിനകത്തുള്ള കൺസംഷൻ അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ സോളാർ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 3 കിലോട്ട് വയ്ക്കാൻ എത്ര ഏരിയ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജനറൽ തമ്പ് റൂൾ വെച്ചിട്ട് ഒരു 150 സ്ക്വയർ ഫീറ്റ് ഒക്കെ മതി. ഇപ്പോൾ ഉള്ള പാനൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 150 സ്ക്വയർ ഫീറ്റ് ഒക്കെ മതിയാവും നിങ്ങൾക്ക് ഒരു 3 കിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരു ഇത്ര 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഏരിയയോ അല്ലെങ്കിൽ ഒരു 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഏരിയ വീട്ടിനകത്ത് നമുക്കിത് ചെയ്യാൻ പറ്റുമോ, എത്ര കിലോട്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കറക്റ്റായിട്ടുള്ള ഒരു അസംഷൻ ചെയ്യുന്ന ഒരു രീതി അല്ല അത്. ആക്ച്വലി കണക്റ്റഡ് ലോഡിന് അല്ലെങ്കിൽ കറണ്ട് ബില്ലിനനുസരിച്ചിട്ടാണ് നമ്മൾ സോളാർ ചെയ്യേണ്ടത്. Energy Fox.